ഏത് രാജ്യമാണ് നഴ്സസിന്, മലയാളി നഴ്സസിന് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സസിന് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഒറ്റ രാജ്യം എന്ന് ആൻസർ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് അയർലൻഡ് ഇസ് ദ ബെസ്റ്റ്. ഏറ്റവും കൂടുതൽ ഹൈ പേ നഴ്സസിന് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കൺട്രീസാണ്, കാനഡ, US. അത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് നിലവിൽ ഇപ്പോൾ അയർലൻഡാണ്. OETക്ക് ഇത്ര സ്കോർ വേണം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൽ നിന്ന് 1 പോയിന്റ് കുറച്ചിട്ടാണ് അയർലൻഡ് നേരത്തെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം സാലറിയും കമ്പാരിറ്റീവ്ലി ഈക്വൽ ആയിരിക്കും. ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് ലിവിങ് എക്സ്പെൻസസ് വെൻ യു കമ്പയർ വിത്ത് അതർ കൺട്രി, ഇപ്പോൾ UK 3000 പൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ 1500 പൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അയർലൻഡിൽ നിങ്ങൾക്ക് 3000 യൂറോ കിട്ടിയാൽ നിങ്ങൾക്കൊരു 750 യൂറോയാണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ, വിച്ച് ഇസ് ബെറ്റർ. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും, കേരളം വിട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടാൽ, നഴ്സസിന്റെ ഡിഗ്നിറ്റി ഭയങ്കര ഹൈ ആണ്. നെക്സ്റ്റ് ദ ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ നോട്ട് ഈവൻ ഇമാജിൻ. പക്ഷേ പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡോറബിൾ പൊസിഷനിലാണ് നിങ്ങൾ അവിടെ നേഴ്സായിട്ട് നിൽക്കുക. നോർമലി അവിടുത്തെ സിറ്റിസൺസ് അല്ലെങ്കിൽ ഈ പേഷ്യൻസ് ആരും ഡയറക്റ്റ് ഡോക്ടേഴ്സിനെ കാണുന്നത് ഭയങ്കര റെയറാണ്. അത്രയും എമർജൻസിക്ക് മാത്രമേ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാറുള്ളൂ. അല്ലാത്തതെല്ലാം ഡീൽ ചെയ്യുന്നത് അവിടെ പ്രിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ ഡോക്ടറുടെ സജഷനോട് കൂടി കൊടുക്കുന്ന നഴ്സസാണ്. അവിടെ നിങ്ങളൊരു വലിയൊരു പ്രൊഫഷനിൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട് വിട്ട് പോയേ പറ്റുള്ളൂ. ഹൈ പേ, ഹൈ റിവാർഡ്, ഹൈ പ്രിവിലേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ ദ നഴ്സസ്.